ഇച്ചായ, ഞങ്ങൾ ഇന്നു മുതൽ ഡ്യൂട്ടിക്ക് കയറാമെന്ന് വിചാരിക്കുക. അങ്ങനെ അധിക ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നൊരു ചേഞ്ചും ആവേ. ആ, അത് നന്നായി. അപ്പോൾ എങ്ങനെയാ ഇച്ചായൻ്റെ പ്ലാൻസ്? ഐ മീൻ മടക്കം? ഞാൻ അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങളെ ഇങ്ങനൊരവസ്ഥയിൽ വിട്ടിട്ട്. വരട്ടെ, സമയമുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എങ്ങനെ? നീ എണീക്കണ്ട, ഞാൻ നോക്കാം. Mr. and Mrs. Poten? Please be seated. We understand this is a very tough time for you, but we appreciate if you'd answer a few questions for us. Please go ahead. Mrs. Potten, we would like you to go through this list and tell us if your daughter has any friends or acquaintances that we are yet to know about. Sure. What about the van? Excuse me? The van in which they took her. Have you found it? And you are? That's Adam, my brother. Mr. Adam, this is a police investigation in progress. We will let you know as soon as we know the whereabouts of the vehicle. Is that a no, man? ഇച്ചായ, പ്ലീസ്, ഐം സോറി. നീ എന്തിനാണ് നീ പേടിക്കുന്നത്? സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഇവരിപ്പോഴും 7 വയസ്സുള്ള കുഞ്ഞിന്റെ കൂട്ടുകാരെ അന്വേഷിച്ച് നടക്കുക. You still haven't answered my question. Right. Mr. and Mrs. Poten, we're thoroughly within our rights to have you summoned down to the police station for this. Thought we played the Good Samaritan, but obviously, this isn't working out well. 10 a.m. tomorrow at the North Bank Police Station, and this time for your sake. I hope you do not have company. ഇച്ചായൻ അവരോട് ഈ പെരുമാറി തൊട്ടും ശരിയായില്ല. നാളെ ഞങ്ങളാ ഇതിന്റെ പേര് ബുദ്ധിമുട്ടാൻ പോകുന്നത്. എടാ, നീ കേട്ടില്ലേ അവർ ഓരോ ചോദ്യങ്ങള്? അവരിപ്പോഴും കുഞ്ഞിന്റെ ഇച്ചായന്റെ തോന്നല. നമ്മുടെ നാട്ടിലെ പോലീസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റം അല്ല ഇവിടുത്തെ പോലീസിൻ്റെത്. ഇച്ചായൻ ആദ്യം മനസ്സിലാക്കാം. പിന്നെ അവര് ഞങ്ങളെ കാണാൻ ഇവിടെ വന്നത്. അവിടെ കയറി അഭിപ്രായം പറയാൻ പോയിട്ട് ഈ റൂമിൽ ഇച്ചായന്റെ പ്രസൻസ് പോലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ഇച്ചായൻ ഇവിടെയുള്ള ഞങ്ങൾക്കിപ്പോ ആശ്വാസത്തേക്കാൾ കൂടുതൽ ടെൻഷനും പ്രഷറും തരുന്നത്. ഞങ്ങൾ ഇതൊക്കെ ഏതാണ്ട് മനഃപൂർവ്വം ചെയ്ത പോലെയാ. ചില സമയത്ത് ഇച്ചായന്റെ നോട്ടവും ഭാവമൊക്കെ. ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ലേ. പിന്നെ എന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എപ്പോഴേലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഐ എം സോറി. നാട്ടിലേക്കുള്ള എൻ്റെ ഓപ്പൺ ഐറ്റനറിയുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ഡേറ്റിന് നീ എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തോ. ഞാൻ തിരിച്ചു പോയിക്കോളാം. ഹലോ, ഇച്ചായൻ എവിടെ? ഞാൻ പുറത്താടാ. ആ, പിന്നെ ശ്വേതക്ക് ചെറിയൊരു തലകറക്കം. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് പോവാ. എന്തു പറ്റി? അങ്ങനെ പേടിക്കാനൊന്നുമില്ല ചായ. BP വല്ലതും ഷൂട്ടപ്പ് ചെയ്തായിരിക്കും. പിന്നെ അതുപോലെ ഇച്ചായൻ്റെ ടിക്കറ്റ് നാളത്തേക്ക് ഓക്കെ ആയിട്ടുണ്ട്. അതെൻ്റെ റൂമിലെ ടേബിൾ ഡ്രോയറിലുണ്ട്. ഞങ്ങൾ വരാൻ ചിലപ്പം വൈകും. അതുകൊണ്ട് ഇച്ചായൻ കഴിച്ചു കിടന്നു. ഞാൻ കിടക്കൊന്നുമില്ല. നീ ഡോക്ടറെ കണ്ടാലോടം വിളിക്കണം കേട്ടോ.
ഇച്ചാൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. നീ എന്താ വിളിക്കാഞ്ഞ്? അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇച്ചായ. ഞാൻ പറഞ്ഞില്ലേ BP അവൻ കയറിയൊന്ന് കൊളുത്തിയതാ. അയ്യോ ഓക്കേനാ? എന്നാ ഇച്ചാൻ പോയി കിടന്നോ. ടിക്കറ്റ് കണ്ടല്ലേ? നാളെ രാവിലെ 10 മണിക്ക് ഗ്ലാസ്ഗോവിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഒരു 6 മണിക്കേലും ഇറങ്ങണം. ഗുഡ് നൈറ്റ്. ഞാൻ നാളെ പോകുന്നില്ല ഉണ്ണി. എനിക്കറിയണം ഇളയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. നമ്മുടെ അമ്മച്ചി ആര് എന്തിനു കൊന്നുവന്ന്. അതിപ്പോൾ ഇച്ചായനെ മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പോലീസ് ഫോഴ്സ് വളരെ ഇൻ്റലിജൻറ്റാണ്. എത്രയും പെട്ടെന്ന് അവർക്കിതെല്ലാം കണ്ടെത്താൻ കഴിയുന്ന എൻ്റെ പ്രതീക്ഷ. ആയിക്കോട്ടെ, വളരെ നല്ലത്. എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുന്നവരെ ഞാൻ ഈ നാട്ടിൽ തുടരാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പ്രസൻസ് എന്ന പോലെ അമ്മച്ചിയുടെ ഇളയുടെ ഓർമ്മകളുള്ള ഈ വീട്ടിൽ കഴിയുന്ന എനിക്കൊരു വീർപ്പുമുട്ടല. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഇവിടുന്ന് പുറത്തോട്ടോട്ടിലും ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇച്ചാൻ എന്തൊക്കെയായി പറയുന്നേ? അതുകൊണ്ട് എനിക്കിതുവരെ മനസ്സിലായില്ലേ? ഇച്ചായൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാ ഈ സംസാരിക്കുന്നത്. മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതും പെരുമാറുന്നൊന്നും ഞാനല്ലല്ലോ ശ്വേത. നീയും ഇവനൊക്കെ അല്ലേ? അല്ലേ പിന്നെ റോയൽ എഡിൻബറ ഹോസ്പിറ്റലിൻ്റെ CT സ്കാൻ റിപ്പോർട്ട് എൻ്റെ എയർ ടിക്കറ്റിൻ്റെ ചോട്ടി തിരികെ വെച്ചിട്ടായിരിക്കില്ലല്ലോ. ജെയ്സൺ ഈ പറഞ്ഞത് വെറും പോസിബിലിറ്റീസ് മാത്രം. നമ്മളതിനെ അങ്ങനെ കണ്ടാൽ മതി. കൃത്യമായ പോസിബിലിറ്റീസ് അല്ലേ സിറിയക്ക് നമ്മളെയൊക്കെ ഈ ഘട്ടത്തിൽ നയിക്കുന്ന. എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി. എത്രയൊക്കെ എഫിഷ്യൻ്റാണ് ഇവിടുത്തെ പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാലും ഈ ക്രൈമിന് പിന്നിലുള്ളവരെ അവരൊരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല. ബിക്കോസ് ദേ ആർ സെർച്ചിങ് എവ്രിവെയർ എക്സെപ്റ്റ് ദ റൈറ്റ് പ്ലേസ്. എന്ന് വെച്ചാൽ ഇവിടെ പോലീസിനറിയോ ഇള ഉണ്ണിയുടെയും ശ്വേതയുടെയും മകളല്ല എന്ന്? അല്ല, അതും ഈ കേസുമായിട്ട് എന്താ ബന്ധം? കുറച്ചു മുമ്പ് ജെയ്സൺ പറഞ്ഞില്ലേ, കുട്ടി ഡെവിൾ വേർഷിപ്പേഴ്സിൻ്റെ കയ്യിൽ പെട്ടേക്കാമെന്ന സാധ്യത തള്ളിക്കളയാമെന്ന്. കാരണം അവർക്ക് വേണ്ടത് 10 വയസ്സിന് താഴെയുള്ള ജൂത പെൺകുട്ടികളെയാണെന്ന്. എൻ്റെ മകൾ പാതി ജൂതയാണ് സിറിയക്ക്. ബിക്കോസ് ഹർ മദർ വാസ് എ ജൂ. ഞാനോ ഉണ്ണിയോ ശ്വേതയോ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഈ വിവരം ഷെയർ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ജെയ്സനെ പോലെ അവരും ഈ പോസിബിലിറ്റി അങ്ങ് ഇഗ്നോർ ചെയ്യും അല്ലേ? എൻ്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന്, എൻ്റെ അമ്മയെ ആരാ കൊന്നെന്ന് നമുക്ക് അറിയേണ്ടത് ഇപ്പൊ എൻ്റെ മാത്രം ആവശ്യമാണോ സിറിയക്ക്? ഉണ്ണി, ഇച്ചാ, കുറച്ചു മുമ്പ് എനിക്ക് പോലീസ് സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു. ഇളയെ കൊണ്ടുപോയ കാറ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാറിലായിരുന്ന സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഇത് എവിടെയാ സ്ഥലം? അതൊരു കൗണ്ടി ഇച്ചായ. ഇവിടെ നിന്ന് ഒരു 2 hour ഡ്രൈവ് ഉണ്ട്. ഞങ്ങളങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഇച്ചായന് വരണേ. ഞാൻ പോസ്റ്റ് കോഡ് ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്യാം. നീ പോസ്റ്റ് കോഡ് അയക്ക്, ഞാൻ ഇപ്പൊ തന്നെ തിരിക്കാം.
the car now. Copy that, searching the car now. Can we have it take a look, please? I'm sorry, but do you recognize this piece of clothing belonging to your daughter? Confirming we have now located the item. നീ വണ്ടിക്കകത്തോട്ട് ചെല്ല, അവളുടെ കൂടെ ഇരിക്കെ. എന്താടാ അവർ പറഞ്ഞത്? അല്ല, അവരുടെ ഒരു വൈൽഡ് ഗസ് ഷെയർ ചെയ്തതാ. എന്ത്? ഈ മരക്കൂട്ടങ്ങൾക്കപ്പുറം ഒരു ചതുപ്പ് നിലമാണേ. കാറും മറ്റും ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അവർക്കൊരു സംശയം. പോലീസല്ലേ. ഏതായാലും അവരവിടെ നിന്ന് സെർച്ചിങ്ങിന് ഇറങ്ങുക. ബോഡി കിട്ടുമെന്നറിയാം. നീ അതിനെ ആ സെൻസിൽ എടുക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വൈൽഡ് ഗസ്, അത്രേ ഉള്ളൂ. Over here! സറീക്ക്, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. ഞാൻ പോവാ. ഉണ്ണിയോട് പറഞ്ഞേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി. സറീക്ക്, ഡാ, ആ ക്ലോത്തിൽ കണ്ട ബ്ലഡ് സ്റ്റെയിൻസ് ബി പോസിറ്റീവാ എന്ന് പറയുമ്പോൾ ഇലയുടെ സെയിം ബ്ലഡ് ഗ്രൂപ്പ്. സോ അരുതാത്ത എന്തെങ്കിലും കേട്ടാ നീ അത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം.
വേണ്ട. വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥതയില്ല. നാട്ടിൽ നിന്ന് അമ്മച്ചി വന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞിരുന്നു. എന്തു പറ്റി? അമ്മച്ചി നീതും തമ്മിൽ വീണ്ടും പ്രശ്നമായോ? ഏയ്, ഇതൊന്നുമല്ല. നമ്മുടെ കാര്യം തന്നെ. ഇവിടെ വന്ന് നിങ്ങളുടെ ഫാമിലിയിൽ സംഭവിച്ച ട്രാജഡി കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഒരേ നിർബന്ധം. ഒന്ന് അത്തറ്റം വരെ പോയി ഉണ്ണിയെ ശേത ഉടനെ കാണണമെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണമെന്നൊക്കെ. ഉമ്മ എന്ന് പറയേണ്ടടുത്ത് ഒലക്കാന്ന് പറയുന്ന അമ്മച്ചിയുടെ പ്രകൃതം അറിയാവുന്നതുകൊണ്ട് ഞാനതൊട്ടും പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ നിർബന്ധം സഹിക്കാതായപ്പോൾ എനിക്ക് ഇന്നലെ വൈകിട്ട് അമ്മച്ചി അവിടെ കൊണ്ടുപോകേണ്ടി വന്നു. അവിടെ മുതലാണ് എൻ്റെ ഈ സ്വസ്ഥതക്കേട് തുടങ്ങുന്നത്. ഓരോരുത്തർക്കും തമ്പുരാൻ എന്തൊക്കെയാ നിരീക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. എന്നാലും ഇതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ആ, മക്കള് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. മോള് നോക്കിക്കോ, ഇത് ചെയ്ത കഴിവറുടെ മക്കള് കോണം പിടിക്കുകയല്ല. തീമഴയായിരിക്കും ദൈവം തമ്പുരാൻ അവരുടെ ദേഹത്ത് വീഴിക്കുക. തീമഴ. ശ്വേത, ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്ത് കഴിച്ചോണം. ദേ ഉണ്ണി, ഇവിടെ നിർബന്ധിച്ച് കഴിപ്പിച്ചോണം കേട്ടോ. ടേസി എന്നാ പോകുന്നേ? നാളെയല്ലേ? അല്ല, നാളെ കഴിഞ്ഞ്. ആ, ഡേസി നാട്ടിൽ പോവാന്നോ? ഓ, ഒരാഴ്ചത്തേക്ക്. അത് ഞാൻ ഒറ്റയ്ക്ക്. ഒരു ഫാമിലി ഫംഗ്ഷൻ. ആവുന്ന പറഞ്ഞതാ, ഞാൻ ചെല്ലുന്നില്ലെന്ന്. പേരൻസ് സമ്മതിക്കുന്നില്ലെന്നേ. ഈ കൊച്ചേതാടാ സിറിയൊക്കെ? ശ്വേതക്കൊപ്പം വർക്ക് ചെയ്യുന്ന അമ്മച്ചി. ഡേസി ഇവിടെ അടുത്ത താമസം. ആഹാ, ഞാനിവൻ്റെ അമ്മച്ചിയാ. നാട്ടിലെവിടാ? പറഞ്ഞാൽ അമ്മച്ചിയെ അറിയലായിരിക്കും. പെണ്ണുക്കര എന്ന് പറയും, തെക്ക. അയ്യോടി, പെണ്ണുക്കരാന്ന് പറഞ്ഞാൽ ഇത്ര അറിയാതിരിക്കാൻ എന്തുവാ? എൻ്റെ അമ്മ വീട് അവിടെ വച്ചേ, മേക്കറ്റൂര്. കേട്ടിട്ടുണ്ടോ? ഓ, ചെറുപ്പത്തിൽ ഞാൻ എന്തോരം തവണ അവിടെ വന്ന് നിന്നിട്ടുള്ളതാ. അതിരിക്കട്ടെ, കൊച്ചവിടെ എവിടത്തെയാ? എനിക്കവിടെ ഒരുമാതിരിപ്പെട്ട വീടുകളൊക്കെ അറിയാം. എവിടത്തെയാ? അത് കാളിയന്തല എന്നാ വീട്ടുപേര്. കാളിയന്തല എന്ന് പറയുമ്പോൾ കാളിയന്തല കിഴക്കോ പടിഞ്ഞാറ്റോ? കിഴക്ക്. എന്ന് വെച്ചാ കറുത്തച്ഛൻ ഊട്ടുന്നവര് ഇല്ലയോ? അല്ല, ഞങ്ങളാരും കറുത്തച്ഛനും വെളുത്തച്ഛനും ഒന്നും ഊട്ടാറില്ല. ശ്വേത, ബൈ. സിറിയക്ക്, ബൈ. അമ്മച്ചി ഒരെണ്ണം അടിക്കുന്നോ? നല്ല ബീഫ് വലത്തിയതുണ്ട്. ദേ സിറിയൊക്കെ, നീ ഇതൊക്കെ നിർത്തി പിള്ളേരെ നീതുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരുന്നേ. കണ്ടില്ലയോ ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന അനർത്ഥങ്ങൾ? ആ ആ അത് പറഞ്ഞപ്പോഴോ ഓർത്തെ. അമ്മച്ചി ഇന്ന് ഏതാണ്ടും പറഞ്ഞാൽ ഡേസി വെറുപ്പിക്കുന്നത് കേട്ടല്ലോ. ഏതോ കറുത്തച്ഛൻ്റെയോ വെളുത്തച്ഛൻ്റെ ഒക്കെ കാര്യം ചോദിച്ച് എന്നതായിരുന്നത്? ഓ അതോ, എടാ അവള് കാളിയന്തല കിഴക്കേലെയാ കറുത്തച്ഛൻ ഊട്ടുന്നവര്. എന്ന് വെച്ചാൽ സംഗതി പഴയ കുടുംബക്കാരും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെയാ. പുറമേന്ന് നോക്കുമ്പോൾ മിശിഹായോടും തിരുസഭയോടും ഒക്കെ വിധേയപ്പെട്ട് ജീവിക്കുന്നവര്. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളി വരും, ഒക്കത്തിൽ സംബന്ധിക്കും, പള്ളിക്കും പട്ടക്കാർക്കും വേണ്ടതെല്ലാം വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. പക്ഷെ പുറത്ത് ആരും അറിയാതെ അവരുടെ കുടുംബങ്ങളിൽ ചില രഹസ്യ ഏർപ്പാടൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. സഭയ്ക്കും പ്രമാണങ്ങൾക്കും നിരക്കാത്ത ചില കർമ്മങ്ങള്, വെച്ചാരാധനകള് ഒക്കെ പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുള്ളതാന്നേ. കാളിയന്തല കിഴക്ക്, പുത്തൻ ചേർപ്പാട്ട്, കുന്തക്കാലി, ഇങ്ങനെ ചില കുടുംബങ്ങളുണ്ട്. എന്തായാലും ഇവിടുന്നൊന്നും നമ്മുടെ വീടുകളിലോട്ട് പെണ്ണുങ്ങളെ കെട്ടിച്ചോണ്ട് വരാറുമില്ല, അങ്ങോട്ടോട്ട് കെട്ടിച്ചയക്കാറുമില്ല. അമ്മച്ചിയുടെ ഈ പഴംപുരാണത്തിൽ നിന്നാ എൻ്റെ മനസ്സിൽ സംശയങ്ങൾ പൊങ്ങിയതും സ്വസ്ഥതയില്ലാതായതും. അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞതിൻ്റെ ഓത്തൻറ്റിസിറ്റി എത്രയാണെന്നറിയാൻ ഞാൻ വെറുതെ നെറ്റിലൊന്നും തപ്പി. അങ്ങനെ ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചില സൂചനകൾ അവിടെ ഇവിടെ കണ്ടു. തേവലക്കരയും ഉദയംപേരൂരും കുന്നംകുളത്തൊക്കെയായി ചെതറിക്കിടക്കുന്ന 10-40 കുടുംബക്കാരെ കുറിച്ചാണ് ഈ ആക്ഷേപം. പരസ്യമായി ദൈവജനമെന്ന് സ്വയം പറഞ്ഞ് നടക്കുമ്പോഴും കള്ളും പെണ്ണും പൊന്നും വെച്ച് രഹസ്യമായി ഏതോ ഇരുണ്ട ശക്തിക്ക് വിരുന്നൊരുക്കാറുണ്ട് ഇവർ. ആ ചടങ്ങിന് ഇവർക്കിടയിൽ തന്നെ പറയുന്ന പേരാണ് കറുത്തച്ഛനൂട്ട്. എന്റെ ചിന്ത പോയത് വേറൊരു വഴിക്കാണ്. അമ്മച്ചി പറഞ്ഞതും കഴിഞ്ഞ ദിവസം നീ പബ്ബിൽ കണ്ട കാഴ്ചയും CPRCയിൽ വെച്ച് ജെയ്സൺ പറഞ്ഞതൊക്കെ ചേർത്ത് വായിച്ചാൽ ഇളയിലേക്കുള്ള ലിങ്കാണോ ഈ ഡേസി എന്നൊരു സംശയം. അങ്ങനെ സംശയിക്കാൻ എനിക്ക് സോളിഡ് ആയിട്ടുള്ള മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഇള കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുൻപ് പള്ളിമുറ്റത്ത് വെച്ച് നടന്നൊരു സംഭവം. അറ്റ് ഗാർഡൻ സെന്റർ നായിക്കൂടെ ഡേസി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടെക്സ്റ്റിന്റെ പൂർണ്ണ രൂപം എന്ന് വെച്ചാൽ പള്ളിയിൽ നിന്നും നേരെ ഉണ്ണിയും മറ്റും പോയ ഹൈപ്പർ മാർക്കറ്റ്.
സംഭവം നടന്ന സ്ഥലം. അല്ല, ഇതൊക്കെ എൻ്റെ വെറും സംശയങ്ങൾ മാത്രമാണ് കേട്ടോ. അങ്ങനൊരു സംശയമുണ്ടേ നമുക്കത് തീർക്കണ്ടേ സിറിയാക്ക്? വേണം. പക്ഷെ എങ്ങനെ? അവളാണെ നാളെ നാട്ടിൽ പോകാനിരിക്കുമോ? അപ്പൊ ശരി. ചെക്ക് ഇൻ ചെയ്യുന്ന ഞാൻ വെയിറ്റ് ചെയ്യണോ? ഏയ് വേണ്ട, ഡ്യൂട്ടി ഉള്ളതല്ലേ. ഫിലിപ്പ് കേട്ടോ. എങ്കിൽ ശരി, ടേക്ക് കെയർ. ബൈ. ബൈ ബൈ. സിറിയാക്ക്, എന്താ ശ്രീക്കെ, എന്ത് പറ്റി? എന്നാ പറയാനാന്നേ, ഇവൻ ചെറിയൊരു സ്ട്രൈക്ക്. ഞാനത് സോൾവ് ചെയ്യായിരുന്നു. ഡാ, നീ പോയി സ്റ്റാർട്ട് ചെയ്തേ. ഓ എനിക്ക് മേലെ ഇനി മണിക്കൂറൊന്നായി പരിപാടി തുടങ്ങിയിട്ട്. അറിയാവുന്ന ആരെയും വിളിച്ച് കാണിക്ക് സിറിയാക്ക്. ഡാ, അത് ഫിലിപ്പേ, വെള്ളമുണ്ടോ നിങ്ങളുടെ വണ്ടിയിൽ? ദാഹിച്ചിട്ട് വയ്യ. അതുകൊണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, വെള്ളമൊക്കെ ഞാൻ എടുത്തോളാം. മാഷ് പറ്റി ഇവനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്ക്. ഓ കുറെ നേരമായി. ഡ്രൈവർ സൈഡ് ഡോർ പാഡിലാണേ. ആ ഒന്ന് ട്രൈ ചെയ്തേ. കണ്ടില്ലയോ, ഐശ്വര്യമുള്ള മോൻ തൊട്ടപ്പോഴേക്കും സംഗതി റെഡിയായേ. ആ ഇതെങ്ങനെ ഒപ്പിച്ചു? താങ്ക്സ് ഫിലിപ്പേ. ഇനി എനിക്ക് താൻ വിട്ടോ, അല്ലെ എൻ്റെ ഡ്യൂട്ടി മുടങ്ങും. അത് ശരിയാ, ഇപ്പൊ തന്നെ ലേറ്റാ. എങ്കിൽ ശരി, ബൈ. ഓക്കെ ബൈ. വണ്ടിയുടെ 30 മീറ്റർ ചുറ്റളവിൽ മാത്രമേ ആ മൊബൈൽ ഫോൺ ജാമർ എഫക്റ്റീവ് ആകൂ. അതുകൊണ്ട് അയാൾ ഓഫീസിലെത്തുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടന്നിരിക്കണം. നീ പെട്ടെന്ന് വിട്ടോ, ബാക്കി ഞാൻ ഏറ്റു. ഇതുവഴി നേരെ പോയാൽ ബി റോഡിലേക്ക് ഒരു എക്സിറ്റ് കിട്ടും. ദൂരം കൂടുതല, പക്ഷേ സ്പീഡ് ക്യാമറാസ് ഇല്ല.